ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം ഷാജി എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഷാജി എന്ന് പറഞ്ഞൊരു യൂട്യൂബറാണ്, ഇൻഫ്ലുവൻസറാണ്. അപ്പം ആൾ 5 കുട്ടികളാണ്. പിന്നെന്താണ്, ആളുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തിട്ട് ആളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ വലിയ ആദ്യം റീച്ച് ഒന്നെങ്കിലായിരുന്നു, പക്ഷേ ഇപ്പം നല്ല റീച്ചായി. 1 ലാഖിൻ്റെ മേലെ സബും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തൊരു ചാനലും കൂടിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഇന്നത്തെ കാലത്ത് 2 കുട്ടികളെ തന്നെ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ വളർത്താൻ കഴിയില്ല. അപ്പോൾ 5 കുട്ടികളെയും കൊണ്ട് ഒരു വിഡോവറായിട്ടുള്ള ഒരു കുട്ടി പൊരുതി ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്ത്, പിന്നെ യൂട്യൂബിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതിനിപ്പോൾ എന്താ പറയുക, എല്ലാവരും ജാതി മതം ഒന്നും നോക്കാതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നല്ല സപ്പോർട്ടും കിട്ടി, നല്ല വ്യൂവേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ ഇയാളെ ചാനൽ പിന്നെ എന്താ പറയുക, നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആക്കി വെക്കും കേട്ടോ, ഫുള്ള് വീഡിയോയും ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബിൽ നിന്ന് നമുക്ക് ഏണിങ്സ് കിട്ടത്തുള്ളൂ. വ്യൂവേഴ്സൊന്നും ഇല്ലാത്ത ചാനലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഹെൽപ്പ് ഇയാൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഷാജിദിൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് നെഗറ്റീവ്സ് ആണ് കേട്ടോ. നമ്മൾ കമൻസൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമായിട്ടുള്ള കമൻസാണ്. നമുക്ക് തന്നെ ചിലപ്പോൾ സങ്കടവും ചെയ്യും. പക്ഷേ അത് ഒരു എന്താ പറയുക, അതിലൊരു 75% ഈ ഒരു കുട്ടി തന്നെയാണ് കേട്ടോ. ആ ഒരു കമൻറ്റ് ഇത്ര പെട്ടെന്ന് പോസിറ്റീവ് ഉള്ള ഒരാൾ ഒരു നെഗറ്റീവിലേക്ക് പോകാനായിട്ടുള്ള കാരണം ഈ ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ അതിലുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പിൻ്റെ ഭാഗം നമുക്ക് കേട്ടോക്കാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ടേക്ക് പോകാം. ഹലോ, ഹായ്, അസ്സാം വലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ച് എന്താ പറയുക, ക്ലാരിഫിക്കേഷൻ തരാനുണ്ട്. നിങ്ങളെന്നോട് ഞാൻ ഇതുവരെ നല്ല രീതിയിലാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പെരുമാറിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങളെന്നോട് ഞാൻ പഴയ നെഗറ്റീവ് കാര്യങ്ങൾ വിഷാദ രൂപത്തിൽ വന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടം. ഞാൻ കുറച്ച് നല്ല രീതിയിൽ വന്നാൽ നിങ്ങൾക്ക് മോശം. അങ്ങനെ നിങ്ങളെന്നോട് മോശം കമൻസ് ഇങ്ങോട്ട് ഇട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ദേഷ്യവും വാശിയും ഇതൊക്കെ ഞാൻ അങ്ങോട്ട് സംസാരിച്ചത്. അല്ലാണ്ട് എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിനോട് ഒരിക്കലും ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല. എൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വിളിച്ച് എന്നെ വിഷ് ചെയ്ത ആൾക്കാരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് എല്ലാം. അപ്പോൾ ഇതാണ് ആ വോയിസ്. കാരണം അതിൽ പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക, കുറച്ച് അഹങ്കാരം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ തന്നെയാണ് അതിലുള്ള കമൻസൊക്കെ വരുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്നുള്ളത്. പക്ഷേ അയാളുടെ ഡ്രസ്സിങ് ഒന്നും തോന്നിയിട്ട് എനിക്ക് അത്ര ഒരു ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളൊരു ഹസ്ബൻഡ് മരിച്ചതെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പിന്നെ എന്താ പറയുക, നല്ല ഡ്രസ്സ് ഇടരുത്, അങ്ങനെ ആ ഒരു ചിന്താഗതിയോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ ചുറ്റിലും കാണുന്നതാണ്. ഇപ്പോൾ മറിച്ചൊരു ഭാര്യയാണ് മരിച്ചതെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആ ഒരു എന്താ പറയുക, ഒരു വർഷം കൂടി ആവാൻ കഴിയില്ല ഒരു സെക്കൻഡ് മാരേജ് ചെയ്യാനായിട്ട്. പിന്നെ വെച്ചാൽ അവരവരുടെ സന്തോഷങ്ങളൊന്നും ഒഴിവാക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഭാര്യ മരിച്ചതിന് ശേഷം നല്ല ഡ്രസ്സ് ഇടാതെ നടക്കുക, ചിരിക്കാതെ, പിന്നെ ഒരു എൻജോയ്മെൻ്റ് ഒന്നും ജീവിതത്തിലില്ലാതെ അങ്ങനെ നടക്കുന്നതൊന്നും ആരതും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഭാര്യയ്ക്ക് മാത്രം എന്ന് പറയുന്നത് അത് എന്താ പറയുക, അത് കുറച്ചൊരു തെറ്റായ ചിന്താഗതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന്, കാരണം ഇയാൾ ആദ്യം വന്നത് വെച്ചാൽ ഇയാൾ പറയുന്നുണ്ട് ആ ഒരു മാക്സി നൈറ്റി ഇട്ട് വന്നാലേ എല്ലാവർക്കും സന്തോഷമാവുള്ളൂ എന്ന്. പക്ഷേ അത് കണ്ടിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അതൊക്കെ ഓക്കെ. പക്ഷേ ഈ ഒരു സംസാരത്തിൻ്റെ സ്ലാങ്ങൊക്കെ പതിയെ മാറാൻ തുടങ്ങി. കുറച്ചൊരു അന്ന് എന്ന് പറഞ്ഞാൽ വളരെ പാവമായിട്ടുള്ളൊരു കുട്ടിയാണ് സംസാരിച്ചത്. പിന്നെ ആ ഒരു തൈറോയിഡിൻ്റെ ഓപ്പറേഷനൊക്കെ ഉള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് പൈസൻ്റെ കുറവുണ്ട്, അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം ഉപ്പ ഇല്ലാത്ത മക്കളല്ല, അപ്പോൾ അവർക്കിനി ഈ ഒരു കുട്ടിക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഇല്ലാതാവരുതെന്ന് അത്ര വരെ ഓഡിയൻസ് കണ്ടിട്ട് നല്ലോണം അകമഴിഞ്ഞ് ഈ കുട്ടീനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇങ്ങനത്തെ രീതിയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 100 കമൻസ് ഉണ്ട്, അതിലൊരു 10 നെഗറ്റീവ് കമൻസ് എന്നുണ്ടെങ്കിൽ അതിന് ആ 10 നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കാനായിട്ട് വീഡിയോ ഇടുക, എന്നിട്ട് ആ ഒരു ഫോളോവേഴ്സിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മോശമായ കാരണങ്ങളാണ്. ചിലപ്പോൾ ഇയാൾക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരിക്കാം, പക്ഷേ അതിനൊന്നും മറുപടി കൊടുക്കാത്തതാണ് നല്ലത്. നമ്മൾ ചില സ്ഥലത്ത് എന്താ പറയുക,
മിണ്ടാതിരിക്കേണ്ട ആ ഒരു സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുക തന്നെ വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ മീഡിയയാണ്. ഈ ഒരു മീഡിയയിൽ വന്ന് ഇയാൾ കുറേ വീഡിയോസ് ചെയ്തതിനോണ്ടാണ് ഇയാൾക്ക് ഇത്രയും ഒരു ഏണിങ്സ് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇയാളെ വീഡിയോ ഒക്കെ, ഇപ്പോൾ ഞാനും ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇയാളെ എന്താ പറയുക പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിടുന്ന ഒരു വീഡിയോ ആണ്, അല്ലാതെ അതിലൊരു കണ്ടൻറ് ഉണ്ട് എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം എന്നാലും കണ്ടൻറ് ഇല്ലെങ്കിലും ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് ആ 5 മക്കളും ഇയാളും നല്ല രീതിയിൽ നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്തായാലും മാനിക്കണം. ഇതല്ലാതെ ഇപ്പോൾ ഇയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ഒരു വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയുന്നതാണ്. അപ്പോൾ ഇത് ആണ് ഇയാളുടെ ഒരു വരുമാന മാർഗ്ഗം. ആ വരുമാന മാർഗ്ഗത്തിലാണ് ഇയാൾ ഇട്ടുങ്ങാണ്ട് എന്താ പറയുക ബാക്കിയുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലും വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് ഇത്, കാരണം ആളുകൾ ഈ ഓഡിയൻസ് ഇത് കാണുന്നത് നിർത്തിയാൽ പിന്നെ തീർന്നവിടെ, പിന്നെ ഇയാൾക്കൊരു വരുമാനവും ഉണ്ടാവില്ല. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സോഴ്സ്, ഇൻകമുള്ളൊരു സോഴ്സ് എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടാണ്. അതൊന്നും നമ്മുടെ കയ്യിലില്ലാത്തടത്തോളം കാലം ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അതിങ്ങനെ എന്താ പറയുക ഒരു മുന്നോട്ടൊരു ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കാതെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതോ ഇവിടെ നിൽക്കും. എല്ലാവരും വെറുത്തിട്ട് മടുത്തിട്ട് അത് ആരും കാണലുണ്ടാവില്ല. കണ്ടാലേ നമുക്ക് വാച്ച് അവറും കിട്ടിയാലേ ഡോളേഴ്സൊക്കെ നമുക്ക് കയറത്തുള്ളൂ. കാരണം ഇതുപോലൊരു ലൈഫ് നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ളതാണ്. ജിഷൻ്റെ ആ ഒരു മരിച്ച ഒരു കുട്ടീൻ്റെത്. അപ്പോൾ ആ ഒരു ഇതായിട്ട് എല്ലാവരും നല്ലോണം എന്താ പറയുക നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ജിഷൻ്റെ അമ്മക്ക്, രാജേശ്വരി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരെന്താക്കി എനിക്ക് തോന്നുന്നത് ഇനിയൊരു തലമുറക്ക് കഴിയാനുള്ളതും കൂടി ചിലപ്പോൾ സേവിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കംപ്ലീറ്റ് ദൂർത്തടിച്ചിട്ട് ഇപ്പം എറണാകുളത്ത് അവിടെ ഇവിടെയൊക്കെ ലോട്ടറി ഇങ്ങനെ ലോട്ടറിൻ്റെത് സെയിൽ നടത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇയാൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇതിൽ ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഷാജിദിൻ്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ ഈ അടുത്താണ് ഉമ്മാക്ക് ഒരു സ്റ്റഡൊക്കെ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിനെ പറ്റി നമുക്ക് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനൊരു കമ്മലൊക്കെ വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സേവിങ്സ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സേവിങ്സ് എവിടെ നിന്നാണ് വന്നതെന്നും കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ അതൊന്ന് സേവ് ചെയ്ത് പിടിക്കുന്നതും നല്ലതായിരിക്കും. കാരണം പൈസ നമ്മളെ കയ്യിൽ കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനോ എന്തിനെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോൾ വേണമെങ്കിലും എന്താ പറയുക ചിലപ്പം വ്യൂസ് കൂടും, ചിലപ്പം വ്യൂസ് ഇല്ലാതോ, എപ്പോൾ ഒരു എന്താ പറയുക ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഏണിങ്സ് അല്ല യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ കൂടി ആകുമ്പോൾ അത് ഇയാൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ആ മക്കൾ ഇപ്പം കുറച്ചൊരു നല്ല രീതിയിൽ ജീവിക്കില്ല. അപ്പോൾ ആ ഒരു ജീവിതം ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിർത്തുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇയാളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു കല്യാണം പറഞ്ഞു വന്ന വീഡിയോ തന്നെ മറ്റുള്ളവരൊരു വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇയാൾക്ക് തന്നെയാണ് ഹേറ്റേഴ്സ് കൂടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്, ഒരാൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല വാനോളം പൊന്തിക്കാനും അറിയാം. അതേസമയം എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിട്ട് താഴെ ഭൂമിയിലേക്ക് എറിയാൻ അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഈ ഒരു ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് യൂട്യൂബ് പോലെയുള്ള സ്ഥലത്തൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. അത് ഇനിയെങ്കിലും ഇയാൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തന്നെ ആയിരിക്കും നല്ലത്.